Good afternoon, all. Good afternoon, miss. Good afternoon, ma'am. Okay. നമുക്ക് കഴിഞ്ഞ ദിവസം ഫിനാൻസിങ് വരെയാണല്ലേ എടുത്തത് അല്ലെ എടുത്തത് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസിൽ എന്താണ് ആദ്യം പറഞ്ഞത് ഡിസൈഡിങ് റെസിപ്പിയന്റ് ഓഫ് ബെനിഫിറ്റ്സ് അല്ലെ ബെനിഫിറ്റ്സ് ലഭിക്കാനായിട്ട് ആരെല്ലാമാണ് അല്ലെ അർഹതപ്പെട്ടവരെ ആരൊക്കെ ബെനിഫിറ്റ്സിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയറീസ് ഇൻ ദ പ്ലാൻ അല്ലെ പദ്ധതിയിൽ വിരമിച്ചവരാണ് അത് റിട്ടയർഡ് ചെയ്തവരെ ഉൾപ്പെടുന്നുണ്ട് അല്ലെ മെഡിക്കൽ ഇൻഷുറൻസ് പോലുള്ളത് അപ്പൊ ഉൾപ്പെടുത്തുന്നത് അങ്ങനെയുള്ളവരെ നിർണയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊബോഷണറി പീരീഡ് അല്ലെ എന്താണ് നമ്മ പ്രൊബോഷൻ പീരീഡിൽ എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ആ സമയത്ത് എങ്ങനെയുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രൊബോഷണറി പീരീഡ്സ് പറയുന്നത്. ട്രയൽ പീരീഡ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസിങ്. ഫിനാൻസിങ് അല്ല ആദ്യത്തെ രണ്ടാമത്തെ പാരഗ്രാഫ് എടുത്തു തുടങ്ങിയില്ല മിസ്. നെക്സ്റ്റ് പറയുന്നത് ഇവിടെ അഡീഷണലി മുതലാണ് അല്ലെ തുടങ്ങേണ്ടത് മിസ് അല്ലേ? ഓക്കെ സ്റ്റാർട്ട് ചെയ്യാലോ? കഴിഞ്ഞ ദിവസം എടുത്തത് ഓക്കെ ആണോ? എംപ്ലോയി ചോയ്സ് അല്ലെ എന്താണ് നമ്മുടെ നമുക്ക് എന്താണ് കോൺട്രിബ്യൂഷൻ ബെനിഫിറ്റ്സിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം അല്ലെ നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ നമുക്ക് ആ ബെനിഫിറ്റ്സ് ലഭ്യമാകണമെങ്കിൽ. അപ്പൊ ആ ഒരു എന്താണ് കോൺട്രിബ്യൂഷന്റെ ആ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് നെഗോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എംപ്ലോയർക്ക് വരുന്ന കോസ്റ്റ് റിഡക്ഷൻ ഒക്കെയാണ് അല്ലെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അഡീഷണലി ഇഫ് ദ ഓപ്ഷൻ ഓഫ് refusing the coverage is available to the employees, the employee himself or his or her dependents will be without coverage in case of any occurrence of loss അല്ലെ. ഇപ്പൊ എന്താണ് നമുക്ക് ആ ഒരു കവറേജ് നമുക്ക് കോൺട്രിബ്യൂഷൻ ബെനിഫിറ്റ്സ് നമുക്ക് നിരസിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷന് എംപ്ലോയീസിനാണെങ്കിൽ ചില സമയത്ത് അവർ റെഫ്യൂസ് ചെയ്യാം അല്ലെ. ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാന്ന് പറയുന്നത് ചില സമയത്ത് അവർ റെഫ്യൂസ് ചെയ്യാലോ നിരസിക്കാലോ നിരസിക്കാം അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ബെനിഫിറ്റ്സുകള് അതെന്താണ് ഏതൊരു ബെനിഫിറ്റ്സ് ആയാലും അവരെ ആശ്രിതർക്ക് നൽകുന്നുണ്ട് അല്ലെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് നൽകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇല്ലേ. ഫുൾ ടൈം എംപ്ലോയീസ് ആയിക്കോട്ടെ പാർട്ട് ടൈം എംപ്ലോയീസ് ആയിക്കോട്ടെ അല്ലേ. അപ്പൊ ഇങ്ങനെ അവർ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബെനിഫിറ്റ്സ് നമ്മുടെ കോൺട്രിബ്യൂഷൻ ബെനിഫിറ്റ്സിൽ ചില ബെനിഫിറ്റ്സുകൾ ആ ഒരു എംപ്ലോയീസ് റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് അവർക്ക് എന്തെങ്കിലും മരണം സംഭവിക്കേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അതെന്തോരം സ്വാഭാവികമായിട്ടും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് കിട്ടോ ആ ഒരു ബെനിഫിറ്റ്സ് ഇല്ലേ.
കിട്ടിയില്ലേ? കിട്ടില്ലേ? അപ്പൊ അത് നമ്മുടെ എംപ്ലോയറിന് ലോസ് ആണോ? എംപ്ലോയറിന് അതൊരു നഷ്ടമല്ലേ? നമ്മുടെ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഒരു കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ എന്താണ്, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് എന്താണ്, ചില സമയത്ത് ആ ഒരു ബെനിഫിറ്റ്സ് അവർക്ക് മരണം സംഭവിക്കുമ്പോഴൊക്കെ എന്താണ്, അവര് ആശ്രിതർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ച് നമ്മുടെ തൊഴിലുടമയെ സംബന്ധിച്ച് അതൊരു നഷ്ടമല്ലേ? ഇൻ കേസ് ഓഫ് എനി occurrence ഓഫ് ലോസ് അല്ലെ? അതാണ് ആ ഒരു സെന്റൻസിൽ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത്, ഇൻ കമ്പാരിസൺ ടു നോൺ കോൺട്രിബ്യൂട്ടറി പ്ലാൻസ് the administrative cost is relatively higher in case of contributory plans. നമ്മള് കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സും നോൺ കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സുകൾക്ക് അതിന് വേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സ് ആണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി അതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? അതല്ല നോൺ കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സ് ആണെങ്കിലോ അതെല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും നൽകുന്നത് അല്ലെ? അതിലെ കോൺട്രിബ്യൂഷൻ നൽകുന്നതൊക്കെ ഡിഫറെന്റ് അല്ലേ? കോൺട്രിബ്യൂഷൻ ബെനിഫിറ്റ്സിൽ ഓരോ എംപ്ലോയീസിൽ നിന്ന്, ഓരോ എംപ്ലോയീസ് എന്നല്ലാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വാങ്ങുന്നത് അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട് വ്യത്യാസം ഉണ്ടാവും അല്ലേ? വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ നോട്ട് ചെയ്യണ്ടേ? അതിനു വേണ്ടി ഒരുപാട് എഫേർട്ടുകൾ അതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ടോ? കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സുകളുടെ നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം അല്ലേ? ഓരോ മാസവും ഓരോ എംപ്ലോയീസിൽ നിന്ന് എത്ര രൂപ വരെ റിഡക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ? അവരെ കോൺട്രിബ്യൂഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്, എത്ര വർഷം കഴിഞ്ഞാലാണ് അവർക്ക് അത് റിട്ടേൺ ചെയ്യേണ്ടത് അല്ലെ? അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്ക്സുകൾ, റെക്കോർഡ്സുകളൊക്കെ അവർ സൂക്ഷിക്കണോ? വേണം അല്ലെ? അപ്പൊ എന്താണ്, നോൺ കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സിനെ അപേക്ഷിച്ച് നമ്മുടെ കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സുകൾക്ക് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കുമോ? ആയിരിക്കും അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്, ഇൻ കമ്പാരിസൺ ടു നോൺ കോൺട്രിബ്യൂട്ടറി പ്ലാൻസ്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ അലൗ ചെയ്യുന്നുണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ. അതെങ്ങനെയാണ്? എല്ലാവർക്കും ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ? ഒരു വണ്ടിയിൽ എല്ലാവരും പിക്കൗട്ടും ചെയ്യാണ് അല്ലെ? പിക്കപ്പും പിക്കൗട്ടും ചെയ്യാണ് അല്ലെ? ആണോ? അപ്പൊ അതിനു വേണ്ടി അഡീഷണൽ ആയിട്ട് തൊഴിലാളിയെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും അടയ്ക്കേണ്ടി വരുന്നുണ്ടോ? അതിനു വേണ്ടി എക്സ്ട്രാ ടാസ്കുകൾ ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും ഓരോ ടൈമിൽ അല്ലെ? ഒരു ടൈം കൊടുത്തിട്ടുണ്ടാവും. ആ ടൈമില് നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന്, നമ്മുടെ കമ്പനിയിൽ നിന്ന് വണ്ടി പോയി അവരെ പിക്ക് ചെയ്ത് അല്ലെ, ആ ഒരു വർക്കിംഗ് ടൈം കഴിയുമ്പോ അവരെ കൊണ്ടുപോയി ആക്കി കൊടുക്കും. അങ്ങനെയല്ലേ? അതിന്റെ പിറകിൽ വേറെ എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്താണ്, കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സുകൾക്ക്, കോൺട്രിബ്യൂട്ടറി പ്ലാനുകൾക്ക് അതിന്റെ പിറകിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? ഓരോ എംപ്ലോയീസിൽ നിന്ന് മാസാമാസം അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് അത് റെക്കോർഡ് ചെയ്യണം അല്ലെ? അതിന്റെ കാലാവധി അല്ലെ? എത്ര ടൈം പീരീഡ് ഉണ്ട് അല്ലെ? അപ്പൊ അവർക്ക് എന്തെങ്കിലും ആവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേപ്പർ വർക്ക്സുകൾ അല്ലെ? അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സുകൾക്ക് നോൺ കോൺട്രിബ്യൂട്ടറി പ്ലാൻസുകളെ അപേക്ഷിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയി ചോയ്സ്. അതായത് ഡിഫറെന്റ് മെത്തേഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗെയിനിങ് ദ വ്യൂ പോയിന്റ് ആൻഡ് ദ ചോയ്സ് ഓഫ് ദി എംപ്ലോയി റിഗാർഡിംഗ് ഡിഫറെന്റ് ബെനിഫിറ്റ്സ് പ്ലാൻ ആർ സ്റ്റേറ്റഡ് ബിലോ അല്ലെ? എന്താണ്? വ്യത്യസ്ത ആനുകൂല്യ പദ്ധതികളെ കുറിച്ച് ജീവനക്കാരുടെ കാഴ്ചപ്പാട് അല്ലെ, വ്യൂ പോയിന്റ്സും തിരഞ്ഞെടുപ്പും നേടുന്നതിന് ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത തരം രീതികൾ അല്ലെ, പലതരത്തിലുള്ള
എന്താണ് മെത്തേഡ്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ട്രാവലിംഗ് കൊടുക്കുന്നുണ്ട് അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റി, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സുകള്, പിക്നിക്കുകള്, ടൂറുകള് അല്ലെ, ഇൻഷുറൻസ് കവറേജ്, മെഡിക്ലെയിം, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ ആണോ, ട്രാൻസ്പോർട്ടേഷൻസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്ത തരം ആനുകൂല്യ പദ്ധതികളെ കുറിച്ച് നമ്മുടെ എംപ്ലോയീസിന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ കാഴ്ചപ്പാടുകളും ആ ഒരു ബെനിഫിറ്റ്സുകൾ അവർക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതികളെ കുറിച്ചുമാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? പേഴ്സണൽ ഇന്റർവ്യൂസ് അല്ലെ. നമുക്ക് എംപ്ലോയീസുമായിട്ട് പേഴ്സണൽ ഇന്റർവ്യൂ നടത്തിയിട്ട് അറിയാലോ അവർ എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെ. ആണോ ആണോ പേഴ്സണൽ ഇന്റർവ്യൂ എന്നല്ലേ എല്ലാവർക്കും ഒരേപോലെയുള്ള ബെനിഫിറ്റ്സ് ആയിരിക്കും ആവശ്യം എല്ലാ എംപ്ലോയീസിനും. ആണോ? ചിലവർക്ക് അല്ല അല്ലെ, ചിലർക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കാം അല്ലെ, ചിലർക്ക് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കാം, ചിലർക്ക് വീടുമായി അല്ലെ. അപ്പൊ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും നീഡ്സുകളൊക്കെ ആയിരിക്കും, ഡിസയേഴ്സ് ആയിരിക്കും നമ്മുടെ എംപ്ലോയീസിന് അല്ലെ. അപ്പൊ അതനുസരിച്ച് ബെനിഫിറ്റ്സ് പ്ലാനുകൾ ആസൂത്രണം ചെയ്യുന്നതിന് ഉള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് പേഴ്സണൽ ഇന്റർവ്യൂസ്. ഓക്കെയാണോ? നമുക്ക് നോക്കാം. The most effective marketing research method for a small organization or for a benefit plan which includes only a limited number of employees is a personal interview with the employees either individually or small group. അല്ലെ, എന്താണ് ഒരു ചെറിയ ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു ചെറിയ അല്ലെങ്കിൽ സ്മോൾ ഓർഗനൈസേഷന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് റിസർച്ച് ആണ് പേഴ്സണൽ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എന്താണ് ലിമിറ്റഡ് എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയിൽ അല്ലെ കുറച്ച് എംപ്ലോയീസ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് വേണ്ട ആ ഒരു എംപ്ലോയീസിന് വേണ്ട ബെനിഫിറ്റ്സ് പ്ലാനുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു തന്ത്രം, ഒരു സ്ട്രാറ്റജിയാണ് പേഴ്സണൽ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അതെന്താണ്? നമുക്ക് ഒറ്റയ്ക്കോ അല്ലെ ഇൻഡിവിജ്വൽ ആയിട്ടും നടത്താം, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടും നടത്താം അല്ലെ, 3-4 പേര് ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പുകളായിട്ടും നമുക്ക് നടത്താലോ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ്. അപ്പൊ എന്താണ് ഒരു ചെറിയ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താണ് കുറച്ച് തൊഴിലാളികൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് റിസർച്ച് ആണ് പേഴ്സണൽ ഇന്റർവ്യൂസ്. അത് നമുക്ക് ഒറ്റയ്ക്കോ അല്ലെ ഓരോ എംപ്ലോയീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ആയിട്ടോ നമുക്ക് ആ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ദിസ് ക്യാൻ ഓൾസോ ബി സീൻ ആസ് ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് അല്ലെ. ഇതെന്താണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയായും നമുക്ക് ഇത് കണക്കാക്കാലോ. നമുക്ക് ഇന്റർവ്യൂ നടത്തുന്നതിന് വല്ല കോസ്റ്റ് വരുന്നുണ്ടോ? ഒരാളായിട്ട് സംസാരിക്കുന്നതിന് കോസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇതെന്താണ് ഏറ്റവും ചെലവ് കുറഞ്ഞ എന്താണ് രീതിയായും നമുക്ക് ഈ ഒരു പേഴ്സണൽ ഇന്റർവ്യൂസിനെ കണക്കാക്കാം. ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സിംപ്ലിഫൈഡ് ക്വസ്റ്റിനെയർ അല്ലെ. നമുക്ക് എന്താണ് കുറച്ച് ക്വസ്റ്റിനെയറിനെ ആസ്പദമാക്കി നടത്താലോ. ബെനിഫിറ്റ്സ് അവർക്ക് ചൂസ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അവരാരും മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാലോ ഏതൊക്കെ ബെനിഫിറ്റ്സുകളാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെ. ആണോ? അതിൽ നോക്കിയേ
നിങ്ങളുടെ വീട്ടില് സർവേ ഒക്കെ എടുക്കാൻ ആള് വരാറില്ലേ? സർവേ ഒക്കെ എടുക്കാനായിട്ട് ഇല്ലേ? അപ്പൊ അവരെന്താ ചെയ്യുന്നത്? എങ്ങനെയാ സർവേ കണ്ടക്ട് ചെയ്യുന്നത്? അവര് നമ്മുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ? ഇപ്പൊ എന്താണ് ജനസംഖ്യ പോക്കിനെ കുറിച്ചാണെങ്കിൽ ആരൊക്കെയുണ്ട് അല്ലെ? അപ്പൊ അതിൽ നിന്നല്ലേ അവരത് മനസ്സിലാക്കി എടുക്കുന്നത് അല്ലേ? അപ്പൊ അതേപോലെ എന്താണ് ഈ ബെനിഫിറ്റ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എംപ്ലോയീസിന് കുറച്ച് ക്വസ്റ്റ്യനിയർ കൊടുത്തിട്ട് അവരെ ആൻസറിൽ നിന്ന് മറുപടിയിൽ നിന്ന് അവർ എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ആഗ്രഹിക്കുന്നതെന്ന് അവര് മനസ്സിലാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കാൻ നോക്കാം. There are mainly two portions in a simplified questionnaire. അല്ലെ? എന്താണ്? ഒരു ലളിതമായ ചോദ്യാവലിയില് രണ്ട് ഭാഗങ്ങളാണ്, two portions ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെ, ഉൾപ്പെടുത്തുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? The first one is used to determine the benefits preference, while the other portion is aimed to determine the benefits preference, while the other portion is aimed to determine the demographic details such as age, gender, years of service, marital status, salary range, etc. ആദ്യത്തേതെന്ന് പറയുന്നത് എന്താണ്? while the used to determine the benefits preference അല്ലെ? എന്താണ്? ആദ്യത്തേത് ആനുകൂല്യങ്ങളുടെ മുൻഗണനകൾ നിർണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് അല്ലെ? അവര് ഏതൊക്കെ ആനുകൂല്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ചിലപ്പോ എന്താണ്, നമുക്ക് കുറെ ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ടാവും. ചിലപ്പോ ഒരു 5, 10, 12 ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് പറയാണ് അതിലെന്താണ് നിങ്ങൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നതിന്റെ ക്രമത്തില് ആ ഒരു ബെനിഫിറ്റ്സുകൾ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അവര് അത് അറേഞ്ച് ചെയ്യുമ്പോൾ അവര് കൂടുതൽ ഇമ്പോർട്ടൻസ് ഏത് ബെനിഫിറ്റ്സിനാണ് അല്ലെ നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ എന്താണ് ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസ്, ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഏതൊക്കെ ബെനിഫിറ്റ്സുകൾക്കാണ് കൂടുതൽ മുൻതൂക്കം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ബെനിഫിറ്റ്സ് കൊണ്ട് അവര് അങ്ങനെയുള്ള പ്രിഫറൻസ് നൽകുന്നത് കൊണ്ട് അവര് എയിം ചെയ്യുന്നുണ്ടാവുമല്ലോ, എന്തെങ്കിലേക്ക് ലക്ഷ്യം വെക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടോ? ഇപ്പൊ നമ്മ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സുകൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താണ് അവർ എയിം ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ അവർക്ക് അല്ലെ, അതല്ലെങ്കിൽ അവര് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടാന്നുള്ളതല്ലേ? എഡ്യൂക്കേഷന് വേണ്ട അല്ലെ ഒരു സപ്പോർട്ട് കിട്ടാം അല്ലെ, ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാം അല്ലെ? ആണല്ലേ? അപ്പൊ എന്താണ് ഫസ്റ്റത്തെ പോർഷൻ എന്ന് പറയുന്നത് ഒരു ബെനിഫിറ്റ്, അവര് ഏതൊക്കെ ബെനിഫിറ്റ്സുകൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത് എന്നും എന്താണ് അങ്ങനെ അവര് നിർണയിക്കുന്നത് കൊണ്ട്, ആ ഒരു മുൻതൂക്കം നൽകുന്നത് കൊണ്ട് അവര് എന്താണ് ലക്ഷ്യം വെക്കുന്നതും എന്നുമാണ് ആദ്യത്തെ പോർഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് while the other portion is aimed to determine, എന്താണ് അതർ പോർഷൻ എന്ന് പറയുന്നത്? എന്താണ് ആ എംപ്ലോയീസിന്റെ ഡെമോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് അല്ലെ, അവരെ ഏജ്, അവരെ പേരൊക്കെ പറയില്ലേ, പേര്, ജെൻഡർ, അവർക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അവരുടെ മെറിറ്റൽ സ്റ്റാറ്റസ് എത്രയാണ്, മെറിറ്റൽ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ സാലറി റേഞ്ച് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കലാണ്. ഓക്കെയാണോ? ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അവർ ഏതൊക്കെ എന്താണ് ബെനിഫിറ്റ്സുകൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത് അല്ലെ, മുൻഗണനകൾ നൽകുന്നത് എന്ന് നിർണയിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൽ തന്നെ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ആനുകൂല്യ മുൻഗണനകൾ നിർണയിക്കുക അല്ലെ. എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് വെച്ചാല് ഇവര് കൊടുക്കുന്ന, നമ്മുടെ എംപ്ലോയീസ് കൊടുക്കുന്ന ആ മുൻഗണനാ ക്രമത്തിലല്ലേ നമ്മുടെ എംപ്ലോയേഴ്സ് ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ അല്ലേ? മിസ് പറഞ്ഞത് മാറിപ്പോയി കേട്ടോ.
അതില് രണ്ട് പോർഷൻ, ആദ്യത്തെ ഇതില് രണ്ട് പോർഷൻ പറയുന്നുണ്ട്. അതില് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു നമ്മുടെ എംപ്ലോയീസ് ഏതൊക്കെ ബെനിഫിറ്റ്സുകൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നതെന്ന് മനസ്സിലാക്കാൻ. അതിൽ തന്നെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഒരു മുൻഗണനാക്രമത്തിൽ അല്ലെ, മുൻഗണനകൾ നിർണ്ണയിക്കാൻ നമ്മുടെ എംപ്ലോയേഴ്സിന് അല്ലെ, നമ്മുടെ തൊഴിലുടമകൾക്ക് ആ ഒരു ബെനിഫിറ്റ്സുകളുടെ ക്രമം നിർണ്ണയിക്കാനായിട്ടാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ഫസ്റ്റത്തെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്, ഇപ്പൊ ഒരു 40 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ പകുതിയിൽ കൂടുതൽ ഏത് ബെനിഫിറ്റ്സിനാണോ എംപ്ലോയീസ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നായിരിക്കും അല്ലെ ആദ്യത്തെ ബെനിഫിറ്റ്സ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? ആണോ? മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പൊ നമ്മ പറഞ്ഞു മുൻഗണനാക്രമത്തില് ഓരോ ബെനിഫിറ്റ്സുകളും നമ്മുടെ എംപ്ലോയീസിനോട് എഴുതാൻ പറയാണ്. അപ്പൊ അതില് ഇപ്പൊ ഒരു 50 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എല്ലാവരും അല്ലെ, കൂടുതൽ ആളുകളും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത ബെനിഫിറ്റ്സിനായിരിക്കില്ലേ നമ്മുടെ തൊഴിലുടമ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെ? അല്ലെ? അപ്പൊ എന്താണ്, തൊഴിലുടമയ്ക്ക് ഏത് ബെനിഫിറ്റ്സിനാണ് കൂടുതൽ മുൻതൂക്കം നൽകാൻ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഫസ്റ്റത്തെ ഭാഗം എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ പോർഷനിൽ തന്നെ രണ്ട് ഭാഗം വരുന്നുണ്ട്. ഫസ്റ്റത്തെ എന്താണ്, ആനുകൂല്യ മുൻഗണനകൾ അല്ലെ, ബെനിഫിറ്റ്സ് പ്രിഫറൻസ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു, ഡിറ്റർമിനേറ്റ് ചെയ്യാനായിട്ട്. അതിൽ തന്നെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ആനുകൂല്യ മുൻഗണനകൾ നിർണ്ണയിക്കാൻ ലക്ഷ്യമിടുന്നു അല്ലെ, ഏതൊക്കെ ബെനിഫിറ്റ്സിനാണ് കൂടുതൽ മുൻതൂക്കം നൽകേണ്ടതെന്നതിന് ലക്ഷ്യമിടുന്നു. ഓക്കെയാണോ? രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഡെമോഗ്രഫിക് ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യുക അല്ലെ, ഒരു എംപ്ലോയീസിന്റെ ജെൻഡർ, ഏജ്, അവരുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസ്, അവരുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, അവരുടെ സാലറി റേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഓക്കെയാണോ? ഇപ്പൊ ഒരു കമ്പനിയില് ഒരു 5 ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പിക്നിക് കൊടുത്തിട്ടുണ്ട്, അവരോട് പ്രിഫർ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. പിക്നിക് കൊടുത്തു, ഒന്നാമത്തെ പിക്നിക് കൊടുത്തു. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ കൊടുത്തു, എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ് കൊടുത്തു. മൂന്നാമത്തത് മെഡിക്കൽ ഇൻഷുറൻസ് കൊടുത്തു. നാലാമത്തത് എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ കൊടുത്തു. അഞ്ചാമത്തത് എന്താണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തു. എന്നിട്ട് ഇവരോട് അതൊന്ന് അവര് പ്രിഫർ ചെയ്യുന്നതിന്റെ ക്രമത്തിൽ അറേഞ്ച് ചെയ്യാൻ പറയാണ്. അപ്പൊ അവിടെ ഒരു 20 എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ 15 എംപ്ലോയീസും കൂടുതൽ മുൻതൂക്കം കൊടുത്തിയത് മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കൽ ക്ലെയിം ആണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാലോ ഏത് ഈ ബെനിഫിറ്റ്സിനാണ് കൂടുതൽ മുൻതൂക്കം നൽകേണ്ടതെന്ന് നമ്മുടെ തൊഴിലുടമക്ക് മനസ്സിലാക്കാലോ. അതാണ് ഫസ്റ്റത്തെ പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ്, നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് എടുക്കാം, ഡെമോഗ്രഫിക് ഡീറ്റെയിൽസ് എടുക്കാം അല്ലെ. അവരുടെ ഏജ്, സെക്സ്, സെക്സ് ഇല്ല, ഏജ്, സെക്സ്, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, മെറിറ്റൽ സ്റ്റാറ്റസ് എന്താണ്, സാലറി റേഞ്ച് എന്താണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയീസ് ഹാവ് ടു ഓൺലി rank and or indicate their preference. It is regarded as a simplified questionnaire അല്ലെ. ജീവനക്കാർക്ക് റാങ്ക് ചെയ്യുന്ന, ഇപ്പൊ മിസ് പറഞ്ഞില്ലേ അവര് തിരഞ്ഞെടുക്കുന്നതിന്റെ അല്ലെ കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുന്നതിന്റെ ക്രമത്തിൽ മുൻഗണന നൽകാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ജീവനക്കാർക്ക് എന്താണ്, ഇത് റാങ്ക് ചെയ്യാനും അവയുടെ മുൻഗണനകൾ സൂചിപ്പിക്കാനും മാത്രമാണ് അല്ലെ ബാധ്യതയുള്ളൂ. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റോ? അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ. അവർക്ക് എന്താണ്, ആ ബെനിഫിറ്റ്സുകൾ റാങ്ക് ചെയ്യാനും കൂടുതൽ എന്താണ് അവരുടെ മുൻഗണനകൾ സൂചിപ്പിക്കാനും മാത്രമല്ലേ പറ്റുള്ളൂ.
അതിനാൽ ഇത് എന്താണ് ലളിതമായ ചോദ്യാവലിയായി കണക്കാക്കപ്പെടുന്നു അല്ലെ. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നമ്മുടെ തൊഴിലുടമയാണ് അല്ലെ, എംപ്ലോയർ ആണ് അല്ലെ, ആണോ? അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഈസ് റിഗാർഡഡ് as a simplified questionnaire. The analysis data collected will be difficult task and it will require the use of a computer if the organization is not a small one. അല്ലെ, എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ ചെറുതല്ലെങ്കിൽ അല്ലെ, ചെറുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു 15 എംപ്ലോയീസ് ഉള്ളൂ അല്ലെങ്കിൽ ഒരു 20 എംപ്ലോയീസ് ഉള്ളൂ എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാലോ, വിലയിരുത്താം അല്ലേ, ആണോ? വിലയിരുത്താം. ഒരു വലിയ കമ്പനിയാണ് അല്ലെങ്കിൽ വലിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡാറ്റ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്താണ്, ഒരു വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഒരു ഡാറ്റ അല്ലെ വിശകലനം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യും? ഇതിനു വേണ്ടി എന്ത് ഉപയോഗിക്കും? കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കും അല്ലെ, സിസ്റ്റം യൂസ് ചെയ്യാലോ. അതാണ് അതിൽ പറയുന്നത് കേട്ടോ. The analysis of data collected will be a difficult task അല്ലെ. ആ ഒരു കളക്ട് ചെയ്തിരിക്കുന്ന നമ്മൾ ആ ഒരു ക്വസ്റ്റിനെയറിലൂടെ അവര് ആ ഒരു ബെനിഫിറ്റ്സുകൾ റാങ്ക് ചെയ്തേക്കുന്നത് നമുക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് ചെറിയ ഓർഗനൈസേഷൻ അല്ല, വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ അതെന്താണ്, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു മൂല്യ വിശകലനം നടത്തുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് to avoid upsetting the employees it is important that the questionnaire is brief. അല്ലെ, എന്താണ്, ജീവനക്കാരെ അസ്വസ്ഥമാക്കുന്നത് ഒഴിവാക്കാൻ അല്ലെ, അവിടെ അപ്സെറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നമ്മ വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് അത് ചിലപ്പോ മറുപടി പറയാൻ പറ്റില്ല അല്ലെ. ക്വസ്റ്റ്യനേറിലൂടെ നമ്മ വലിയ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് വൈഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനേറിലൂടെ അവരെ അസ്വസ്ഥരാക്കാതെ അല്ലെ, എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനേറിലൂടെ നമ്മൾ ഇത് ഈ ഒരു ടാസ്ക് പൂർത്തീകരിക്കുക. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്സ്. എന്താണ്, സങ്കീർണമായിട്ടുള്ള അല്ലെ സമഗ്രമായിട്ടുള്ള ഗവേഷണ രീതികൾ നമ്മൾ അവലംബിക്കാൻ. ബെനിഫിറ്റ്സുകൾ, എംപ്ലോയീസിന് ഏതൊക്കെ ബെനിഫിറ്റ്സുകൾ ആണ് ആവശ്യമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സങ്കീർണമായിട്ടുള്ള മെത്തേഡ്സുകൾ, രീതികൾ യൂസ് ചെയ്യുക. എന്തൊക്കെയായിരിക്കും? എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കീർണമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ, രീതികൾ? ഐഡന്റിഫൈങ് എംപ്ലോയി നീഡ്സ് അല്ലെ, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ നീഡ്സ് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ബെനിഫിറ്റ്സുകൾ, നല്ല ബെനിഫിറ്റ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാലോ. ഇപ്പൊ നമ്മ പറഞ്ഞു അല്ലെ, കസ്റ്റമർ അല്ലേ, കൺസ്യൂമർ സൊസൈറ്റീസ് എന്നൊക്കെ പറഞ്ഞു. അവിടെ മാർക്കറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ അവര് താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ അടുത്തൊക്കെ നമ്മ എന്താണ് കൺസ്യൂമർ സൊസൈറ്റികൾ നിർമ്മിക്കുന്നത് അവർക്ക് ഉപകാരപ്രദമാണോ? ബെനിഫിറ്റ് ആണ് അല്ലെ. അപ്പൊ എന്താ ചെയ്യാ, അവരെ നീഡ്സുകൾ മനസ്സിലാക്കുക അല്ലെ. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അവരെ നീഡ്സ് മനസ്സിലാക്കുക. പിന്നെ നമ്മൾക്ക് എന്താണ്, നമ്മളിപ്പോ പറഞ്ഞില്ലേ സിമ്പിൾ ക്വസ്റ്റിനെയറിലൂടെ നമുക്ക് മനസ്സിലാക്കാന്ന് അല്ലേ, പറഞ്ഞു അല്ലെ.
അപ്പൊ എന്താണ് യൂട്ടിലൈസിംഗ് ദ ഡാറ്റ ആൻഡ് അനലൈസിംഗ്. നമ്മിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യനിയർ ഒക്കെ ചോദിച്ച് ആ ഒരു ഡാറ്റ ഉപയോഗിച്ച് കണ്ട് നമുക്ക് അനലൈസ് ചെയ്യാലോ, സർവേ മെത്തേഡ് പോലെ അല്ലേ. പിന്നെ എന്താണ് എംപ്ലോയീസിന് ചോയ്സ് കൊടുക്കാം, അവരെ ബെനിഫിറ്റ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് അവർക്ക് ചോയ്സ് കൊടുക്കാം. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന കൂടുതൽ എംപ്ലോയീസും ഏത് ബെനിഫിറ്റ്സ് ആണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാമല്ലോ. കൂടുതൽ പേരും ഏതാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെ. പിന്നെന്താണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്താലോ, അങ്ങനെ പല മെത്തേഡ്സുകളും യൂസ് ചെയ്തെന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ നിർണ്ണയിക്കാനായി സാധിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ദ മെഷർമെന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് പ്രിഫറൻസ് ഓഫ് എംപ്ലോയി ഈസ് നോട്ട് പോസിബിൾ ഇൻ കേസ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ ആൻഡ് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനിയർ അല്ലെ. എന്താണ് മുൻഗണനയുടെ, നമുക്ക് ആ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ഏത് ബെനിഫിറ്റ്സിനാണ് എന്ന് നിർണ്ണയിക്കാനായിട്ട് നമുക്ക് വ്യക്തിഗത അഭിമുഖങ്ങളോ അല്ലെ പേഴ്സണൽ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിയറോ നമുക്ക് എന്താണ് നമുക്ക് സാധിക്കില്ല അല്ലെ. ജീവനക്കാരുടെ ബെനിഫിറ്റ്സുകളെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ല, ആ ഒരു എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല. Thus, more sophisticated marketing research tools are employed by many firms so that it is possible to measure the significance of employees' preference related to different benefits plans. അല്ലെ, എന്താണ് അതിനാല് വ്യത്യസ്ത ആനുകൂല്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അല്ലെ നമുക്ക് തരുന്ന ഡിഫറെന്റ് ബെനിഫിറ്റ്സ് പ്ലാനുകളുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ മുൻഗണനയുടെ പ്രാധാന്യം അളക്കാൻ പല സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള മാർക്കറ്റിംഗ് റിസർച്ചുകൾ ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് അവർക്ക് എന്താണ് ബെനിഫിറ്റ്സുകളെ കുറിച്ച് മനസ്സിലാക്കാൻ, ഏത് ബെനിഫിറ്റ്സിനാണ് അവർ കൂടുതൽ മുൻതൂക്കം നൽകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ എംപ്ലോയീസിനാണ് നമുക്ക് ഈ ബെനിഫിറ്റ്സുകൾ കൊടുക്കേണ്ടത് എന്ന് നിർണ്ണയിക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത്, when certain alternative plan have been formulated by the employers, then only the sophisticated research tool can be implemented. അപ്പൊ അവര് സെലക്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് പ്ലാന് അവര് നമ്മുടെ എംപ്ലോയീസിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മ പറഞ്ഞു അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ, ഡാറ്റ കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്യാം, അതൊരു മെത്തേഡ് ആണെന്ന് മിസ് പറഞ്ഞു. സോഫിസ്റ്റിക്കേറ്റഡ് മെത്തേഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം, അവര് ആദ്യം ഡാറ്റ കളക്ട് ചെയ്യണം അല്ലെ, ആണോ? എംപ്ലോയീസിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം ആ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നല്ലേ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത്. ഡാറ്റ കളക്ട് ചെയ്ത് മൂല്യനിർണ്ണയം നടത്താനായിട്ട് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, എന്താണ് ആ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് പ്ലാൻ അവര് കണ്ടെത്തിയ ആ ഒരു സമഗ്രമായിട്ടുള്ള രീതി നമ്മുടെ എംപ്ലോയീസിൽ നടപ്പിലാക്കാൻ വേണ്ട പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് ആദ്യം ആ ഒരു ഓർഗനൈസേഷൻ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെയാണോ? ഓക്കെയാണോ ഇത്? നെക്സ്റ്റ് പറയുന്നത്, thus most of the time simplified questionnaire and interviews are followed by these techniques. എന്താണ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദി ടൈം മിക്കവാറും നമ്മ എങ്ങനെയാണ് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള അല്ലെ ചെറിയ രീതിയിലുള്ള ചോദ്യാവലികളിലൂടെയും ക്വസ്റ്റ്യനെയർ എന്താണ് ഇന്റർവ്യൂസ് അല്ലെ അഭിമുഖങ്ങളിലൂടെയാണ് ഈ ടെക്നിക്സുകൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. ആൻഡ് മേ റിക്വയർ ഫർദർ ഇന്റർവ്യൂസ് ഓർ യൂസ് ഓഫ് ക്വസ്റ്റ്യനെയർ അല്ലെ, അതിനുവേണ്ടി കൂടുതൽ അഭിമുഖങ്ങളോ അതല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യനെയറോ ആവശ്യമായി വരുന്നു അല്ലെ. നമുക്ക് ഒരു ഇന്റർവ്യൂയിലൂടെയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയറിലൂടെ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാൾ ഇന്റർവ്യൂ നടത്തി ഒരാളെ ക്വസ്റ്റ്യനെയർ കൊടുത്താൽ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആ ഒരാളുടെ മാത്രമാണ് അല്ലെ മനസ്സിലാകുന്നത്. കൂടുതലായിട്ടുള്ള ഇന്റർവ്യൂസും ക്വസ്റ്റ്യനെയറും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു.
ആദ്യത്തെ ഒന്നുകൂടെ മിസ് പറഞ്ഞു തരാം. എന്താണ് നമുക്ക് എന്താണ് മെഷർമെന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് പ്രിഫറൻസ് അല്ലെ, മുൻഗണനയുടെ തീവ്രത അളക്കാൻ. അതായത് ഏതൊക്കെ എംപ്ലോയീസിനാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ബെനിഫിറ്റ്സുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂസിലൂടെയോ അതല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ചെറിയ ക്വസ്റ്റിനെയറിലൂടെയോ ലളിതമായ ക്വസ്റ്റിനെയറിലൂടെയോ നമുക്ക് സാധിക്കണമെന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മിക്ക ഓർഗനൈസേഷനുകളും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് അനുയോജ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മാർക്കറ്റിംഗ് റിസർച്ചുകൾ എന്താണ് കൊണ്ടുവരുന്നു അല്ലെ, ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? എന്താണ് രണ്ടാമത് പറയുന്നത്, അതിനാൽ എന്താണ് വ്യത്യസ്ത പദ്ധതികളുമായി ബന്ധപ്പെട്ട നമ്മുടെ എംപ്ലോയീസിന്റെ മുൻഗണന മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പല ഓർഗനൈസേഷനും സമഗ്രമായിട്ടുള്ള ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ അതിൽ മിസ് പറഞ്ഞ പോലെ എന്താണ് ഡാറ്റാസ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യാം, എംപ്ലോയീസിന്റെ ഡേറ്റ്സുകൾ മനസ്സിലാക്കാം, എംപ്ലോയീസ് ചോയ്സ് പ്രോഗ്രാമുകൾ നടത്താം, എംപ്ലോയീസുമായിട്ട് സർവേ നടത്താം അല്ലെ, ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള റിസർച്ച് മെത്തേഡുകൾ നമ്മുടെ ഓർഗനൈസേഷൻ സ്വീകരിക്കുന്നു. അത്രയൊക്കെയാണോ? അത്രയൊക്കെയാണോ? ഓക്കെയാണ്. മിസ് പറഞ്ഞതിൽ തന്നെ എല്ലാവരും ഒന്ന് നോക്കിയേ. ഐഡന്റിഫൈങ് എംപ്ലോയീസ് നീഡ്സ്, യൂട്ടിലൈസിങ് ആൻഡ് ഡാറ്റ അനലൈസിങ്, എംപ്ലോയി ചോയ്സ് പ്രോഗ്രാം, എംപ്ലോയി സർവേ. ഇതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്താണ് അല്ലെ. ഇന്റർവ്യൂസും ക്വസ്റ്റിനെയറുമാണോ നമ്മൾ നടത്തുന്നത് അല്ലെ? അപ്പൊ ബാക്കിയൊക്കെയാണോ? അപ്പൊ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് ടൂൾ അല്ലെ, ഗവേഷണ ടൂള് നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക. ആദ്യം തന്നെ അങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക, പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അത്രയൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് മിക്കവാറും അല്ലെ, മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ പറഞ്ഞ ഈ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡുകളിൽ മിസ് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ക്വസ്റ്റിനെയറും ഇന്റർവ്യൂസ് അല്ലേ, ഡാറ്റ കളക്ട് ചെയ്യണത് അല്ലെ. അപ്പൊ എന്താണ് മോസ്റ്റ് ഓഫ് ദി ടൈം മിക്കവാറും നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റിനെയറോ അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ ആയിരിക്കും ഈ ടെക്നിക്സുകൾ പ്രാവർത്തികമാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യനുകളും കൂടുതൽ ഇന്റർവ്യൂസും നടത്തേണ്ടതായി വരുന്നു. ഓക്കെയാണോ മക്കളെ? ആദ്യം പറയുമ്പോ ഒന്നും ക്ലിക്ക് ചെയ്യുന്നില്ല അല്ലെ. ഓക്കെയാണോ? മനസ്സിലായ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് അല്ലെ. എന്താണ്? ചെലവ് നിയന്ത്രിക്കണം അല്ലെ. നമുക്ക് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെ ബെനിഫിറ്റ്സുകൾ നൽകുമ്പോൾ തൊഴിലുടമയ്ക്ക് ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ടോ? ഇല്ലേ? വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ചെലവ് നിയന്ത്രണമാണ് നെക്സ്റ്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, the main focus remain either on the reduction of the size of the claim or decreasing the administrative cost linked with the benefits plan so that the benefit cost can be controlled. അല്ലെ, നമുക്ക് രണ്ട് പ്രവർത്തനങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കോസ്റ്റ് നിയന്ത്രിക്കാൻ സാധിക്കും. ഒരുപാടല്ല, കുറച്ച് അളവിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഫസ്റ്റ് പറയുന്നത് എന്താണ്? remain either on the reduction of the size of the claim അല്ലെ. ആ ഒരു ക്ലെയിം കൊണ്ടുള്ള എന്ത് കുറയ്ക്കാന്ന്? സീസ് കുറയ്ക്കാന്ന്. സീസ് കുറയ്ക്കാന്ന് പറയുന്നത് കോസ്റ്റ് കുറയ്ക്കാന്ന് പറയില്ലേ. ആ ഒരു ബെനിഫിറ്റ്സ് ആ നമ്മുടെ എംപ്ലോയീസിന് നടപ്പിലാക്കാനുള്ള ആ ഒരു കോസ്റ്റ് കുറയ്ക്കുക. അതല്ലെങ്കിൽ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ആ മൊത്തത്തിലുള്ള ആ ഒരു ബെനിഫിറ്റ്സിന്റെ കോസ്റ്റ് കുറയ്ക്കാലോ. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന
എംപ്ലോയീസിന് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വണ്ടി കൊടുക്കുകയാണെങ്കിലോ, ഓരോ കാർ കൊടുക്കാണ്. അപ്പൊ ബെനിഫിറ്റ്സിന്റെ കോസ്റ്റ് ഫുഡാണോ കുറയാണോ ചെയ്യുന്നത്? ഫുഡാണോ കുറയാണോ ചെയ്യുന്നത്? കോസ്റ്റ് കൂടും. അതേസമയം എല്ലാവർക്കും കൂടി ഒരു വണ്ടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ കോസ്റ്റ് കുറയില്ലേ? എല്ലാവർക്കും കൂടി ഒരു വണ്ടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് കുറയില്ലേ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ടെക്നിക്സുകൾ, ഒന്നില്ലെങ്കിൽ അതിന്റെ ആ ഒരു സെയിൽസ് അല്ലെ, അതിന്റെ കോസ്റ്റ് വരുന്നത് കുറയ്ക്കുക. അതല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സുകൾക്ക് നോൺ കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സുകളെക്കാട്ടി അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ കൂടുതൽ വരുന്നത് അത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ ആണോ? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട് ആ തൊഴിലുടമയ്ക്ക് ഉണ്ടാകുന്ന കോസ്റ്റുകൾ നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the attempt of these methods are to lower the cost or at least lower the rate of increase of cost rather than transferring these costs to the employees. അല്ലെ, എന്താണ് നമുക്ക് ഇത് ഈ വരുന്ന കോസ്റ്റ് നമുക്ക് എംപ്ലോയീസിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് ആ ഒരു ബെനിഫിറ്റ്സിന് വരുന്ന കോസ്റ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ റേഞ്ച് എങ്കിലും നമുക്ക് കുറയ്ക്കാലോ. ഇപ്പൊ നമുക്ക് എന്താണ് ഒരു കമ്പനിയിൽ മൊത്തത്തില് ആ വർഷം എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഒരു 40% അവരെ മൊത്തത്തിൽ ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യുമ്പോൾ ആ 40 എന്നുള്ളിടത്ത് ഒരു 30% വന്നാലും അതൊരു ബെനിഫിറ്റ്സ് ആണോ? അതൊരു അഡ്വാൻറ്റേജ് ആണോ? ഈ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണോ? അല്ലേ? ടോട്ടൽ എക്സ്പെൻസിന്റെ ഒരു 40% അവർക്ക് വന്നത് എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ബെനിഫിറ്റ്സിന്റെ ആ ഒരു സീസ് അല്ലെ, അതിന് വരുന്ന കോസ്റ്റ് കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഒക്കെ കുറച്ചിട്ട് അതിന് 40 എന്നുള്ളിടത്ത് 30% കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലേ? അപ്പൊ എന്താണ് നമുക്ക് ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ മെത്തേഡ്സുകൾ ഉപയോഗിക്കുക. എന്തിനു നമ്മുടെ എംപ്ലോയീസിൽ നിന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ അല്ലെ, കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സ് നമ്മൾ എംപ്ലോയീസിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ മേടിച്ചിട്ട് കൊടുക്കുന്നത് അല്ലെ, അതേപോലെ നമ്മൾ എന്താണ് ചിലവാകുന്നത് എംപ്ലോയീസിൽ നിന്ന് വാങ്ങിക്കാതെ എന്താണ് ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ ഉപയോഗിച്ച് കാണിട്ട് ആ ഒരു ബെനിഫിറ്റ്സിന് വരുന്ന ചിലവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു റേഞ്ച് അല്ലെ, ആ ഒരു റേറ്റ് ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ? ബെനിഫിറ്റ്സ് പറഞ്ഞു ബോറടിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലേ? ബോറടിക്കുന്നുണ്ടെന്നാണോ ക്ലിയർ ആണെന്നാണോ? ഓക്കെ ഓക്കെ, ബോറടിക്കും, ചെറുതായിട്ട് ബോറടിക്കുന്നുണ്ട് അല്ലെ? നമുക്ക് പഠിച്ചേ തീരൂ അല്ലെ? എന്തായാലും നമുക്ക് പഠിക്കേണ്ടതാണ് അല്ലെ? HR ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യണ്ടേ? ചെയ്യണം അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് തിയറി ക്ലാസ് ആണ് അല്ലെ, തിയറി പോലെയാണ് മിസ് പറഞ്ഞു തരുന്നത്. നമ്മ ഇത് പ്രാവർത്തികമാക്കുമ്പോഴാണ്, പ്രാക്ടിക്കൽ ആക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇത് അല്ലെ, നമ്മ എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി അത് ക്ലിയർ ആവുന്നത് അല്ലേ? അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. മിസ് എടുത്തോട്ടെ, ബാക്കി കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇത്രയും ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത്, in most of the cases
The main focus of employers is to reduce their own cost. അല്ലേ? എന്താണ് ഭൂരിഭാഗം സന്ദർഭങ്ങളിലും ഭൂരിഭാഗം കേസസിലും എംപ്ലോയേഴ്സ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? അവരുടെ കോസ്റ്റ് കുറയ്ക്കാനായിരിക്കും അല്ലെ? നമ്മുടെ എംപ്ലോയീസിന് ആ ഒരു എംപ്ലോയർ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സിൽ നിന്ന് വരുന്ന കോസ്റ്റ് കുറയ്ക്കാനല്ലേ നോക്കുക? കോസ്റ്റ് കൂട്ടാൻ നോക്കുവോ? കോസ്റ്റ് കൂട്ടാൻ നോക്കുവോ? ഇല്ല അല്ലെ? അപ്പൊ മോസ്റ്റ് ഓഫ് ദ കേസസ് എന്താണ് ഭൂരിഭാഗം സന്ദർഭങ്ങളിലും നമ്മുടെ എംപ്ലോയേഴ്സ് എന്താണ് നമ്മുടെ തൊഴിലുടമ ആ ഒരു ബെനിഫിറ്റ്സുമായി എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുന്ന ആ ഒരു ചിലവ് കുറയ്ക്കാനായിരിക്കും നോക്കുന്നത്. However, some benefits are also given to the employees, resulting from the cost reduction in the form of providing additional benefits to the employees or a decreased rate of price in accessible expense. അല്ലെ? അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവര് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നത് പോലുള്ള അല്ലെ എന്ത് ചെയ്യുന്ന കോസ്റ്റ് റിഡക്ഷൻ ഇൻ ദ ഫോം ഓഫ് പ്രൊവൈഡിങ് അഡീഷണൽ ബെനിഫിറ്റ്സ് ടു ദി എംപ്ലോയീസ്. നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സുകളുടെ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും അല്ലെ? ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അവര് ഒരു വണ്ടി എല്ലാ എംപ്ലോയീസിനും കൂടി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും കൂടി ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല് ഒരു കമ്പനിയെ സംബന്ധിച്ച് എംപ്ലോയീസിന് കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് അല്ലേ? അല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യാം? ഒരു വണ്ടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി കൊണ്ടുവരാനും കൊണ്ടാക്കാനും ഒരു വണ്ടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ബെനിഫിറ്റുമായി അവരെ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാലോ. അത് കൊടുക്കുന്നത് മൂലം നമ്മുടെ തൊഴിലുടമയ്ക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാലോ. എല്ലാവർക്കും സെപ്പറേറ്റ് വണ്ടി കൊടുക്കുന്നതിൽ കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അപ്രാപ്യമാകാത്ത അല്ലെ decreased rate of price in accessible expense അല്ലെ? എന്താണ് അവർക്ക് അപ്രാപ്യമാവാത്ത വർധനവ് കുറയ്ക്കുന്നതോ ആയ ചില ആനുകൂല്യങ്ങളും നമുക്ക് പറ്റാത്ത ബെനിഫിറ്റ്സുകൾ നമ്മ എംപ്ലോയീസിന് പറയണോ? എന്തിനാ ബെനിഫിറ്റ്സുകൾ തരാമെന്ന് പറയുമ്പോൾ നമുക്ക് നൽകാൻ സാധിക്കാത്ത ബെനിഫിറ്റ്സുകൾ തരാമെന്ന് നമ്മുടെ എംപ്ലോയീസിനോട് പറയണോ? അപ്പൊ അവർക്ക് അപ്രാപ്യമാകാത്ത ആനുകൂല്യങ്ങളെ കുറിച്ച് അവരെന്ത് ചെയ്യുക? അങ്ങനെയുള്ള ആനുകൂല്യങ്ങള് ബെനിഫിറ്റ്സുകളിൽ നിന്ന് അവർ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെയാണോ? ഒന്നില്ലെങ്കിൽ എന്താണ് അവർക്ക് കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സുകളുടെ കോസ്റ്റ് കുറയ്ക്കുക. അതല്ലെങ്കിൽ എന്താണ് തൊഴിലുടമയ്ക്ക് അപ്രാപ്യമാകാത്ത എന്താണ് ബെനിഫിറ്റ്സുകൾ നമ്മുടെ തൊഴിലാളികളുടെ ബെനിഫിറ്റ്സ് പ്ലാനിൽ നിന്ന് റിഡ്യൂസ് ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് apart from the plans of medical expenses, the different types of provisions and practices which are most common cost containment methods and are being implemented by many employers at the present are stated below. എന്താണ് മെഡിക്കൽ ചെലവുകളുടെ പദ്ധതികൾക്ക് പുറമെ അല്ലെ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസിന്റെ പദ്ധതികൾക്ക് പുറമെ ഏറ്റവും സാധാരണമായ ചെലവ് നിയന്ത്രണ രീതികളായും നിലവിൽ പല തൊഴിലുടമകളും നടപ്പാക്കുന്നതുമായിട്ടുള്ള വ്യത്യസ്ത തരം വ്യവസ്ഥകളെ കുറിച്ചും രീതികളെ കുറിച്ചും താഴെ കൊടുത്തിരിക്കുന്നു. 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നു കേട്ടോ. ഒന്നുകൂടി നോക്കി. മെഡിക്കൽ ചെലവുകളുടെ പദ്ധതികൾക്ക് പുറമെ, അതായത് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? മെഡിക്ലെയിം പോലെയുള്ളതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ വാങ്ങിക്കുന്നുണ്ടോ? ഇൻഷുറൻസിലൊക്കെ ഇല്ലേ? ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പദ്ധതികൾക്ക് പുറമെ നമ്മുടെ തൊഴിലുടമ എന്താണ് സാധാരണ ചെലവ് നിയന്ത്രണ രീതികളായിട്ട് കൊണ്ടുവരുന്ന പ്രൊവിഷൻസും പ്രാക്ടീസസുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് alternate techniques of funding which help in improving cash flow and reducing
അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അല്ലെ, എന്താണ് പണമൊഴുക്ക് നിയന്ത്രിക്കുന്നതിനും പിന്നെ എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ കുറയ്ക്കുന്നതിനും സഹായകമായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ടെക്നിക്സുകൾ ഉപയോഗിക്കുക. ഇപ്പൊ കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സ് അതിനൊരു എക്സാമ്പിൾ അല്ലേ, അല്ലേ ആണോ? കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സ് അല്ലെ, നമുക്ക് തൊഴിലുടമയ്ക്ക് മാത്രമാണോ പൈസ വരുന്നത്, കോസ്റ്റ് വരുന്നത്? അല്ല. പിന്നെന്താണ്, അവർ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഫണ്ട് കളക്ട് ചെയ്യാണ് അല്ലെ, തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ വാങ്ങിക്കുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചൂടെ? വേറെ എന്തെങ്കിലും എന്താണ് ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാനോ അല്ലേ ഉപയോഗിച്ചൂടെ? അപ്പൊ ഒന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യുക, കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സ്. അതല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻ ഒക്കെ എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഫണ്ടുകൾ കിട്ടാറുണ്ടോ ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ ശേഖരിച്ച് അവരെന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫണ്ടുകൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയ്ക്കുകയോ ചെയ്യുക. ഓക്കെയാണോ? ഒന്നില്ലെങ്കിൽ പണമൊഴുക്ക് അല്ലെ, ആ ഒരു ക്യാഷിന്റെ ആ ഫ്ലോ എന്താണ് മെച്ചപ്പെടുത്തുന്നതിനും ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ധനസഹായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. ഒന്നില്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫണ്ടുകൾ അല്ലെ, ഗ്രാന്റുകൾ പോലെയുള്ളത് കിട്ടുക, അതല്ലെങ്കിൽ എന്താണ് കോൺട്രിബ്യൂഷൻ ബെനിഫിറ്റ്സുകൾ കിട്ടുക, അതല്ലെങ്കിൽ എന്താണ് നമുക്ക് DCFSA എന്ന് പറഞ്ഞിട്ടൊരു ബെനിഫിറ്റ്സ് ഉണ്ട്. DCFSA കേട്ടിട്ടുണ്ടോ? ഡിപ്പെൻഡ് കെയർ ഫ്ലെക്സിബിൾ സ്പെൻഡിങ് അക്കൗണ്ട്സ്. ഡിപ്പെൻഡ് കെയർ ഫ്ലെക്സിബിൾ സ്പെൻഡിങ് അക്കൗണ്ട്സ് എന്ന് വെച്ചാല് നമ്മുടെ കുട്ടികളുടെ പരിചരണം, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരുണ്ടാവില്ലേ, നമ്മുടെ പാരന്റ്സ്, അങ്ങനെ മുതിർന്നവരുടെ പരിചരണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയീസിന്റെ സാലറിയിൽ നിന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ ആണോ? അപ്പോഴും അതൊരു കോൺട്രിബ്യൂഷൻ ബെനിഫിറ്റ്സ് ആണ് അല്ലേ, അല്ലേ? അപ്പോഴും അതെന്താണ്, ഒരു കോൺട്രിബ്യൂഷൻ ബെനിഫിറ്റ്സ് ആണ്. നമ്മുടെ എംപ്ലോയറിന് കിട്ടുന്നുണ്ടോ? ഒരു പങ്ക് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് devising a competitive bidding among the insurance firms and third-party administrators which can reduce the administrative cost. എന്താണ്, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും ഇൻഷുറൻസ് ഫേംസിന്റെ ഇടയിൽ ഒരു എന്താണ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ബിഡിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ കുറയ്ക്കാനായി സാധിക്കുന്നു. ഈ കോമ്പറ്റേറ്റീവ് ബിഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്കാരെ കുറഞ്ഞ പൈസക്ക് കൂടുതൽ കവറേജ് നൽകുകയും നമ്മൾ കുറച്ച് പൈസ അടച്ചു കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞ വിലക്ക് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ പോളിസി നൽകില്ലേ? അതെന്താണ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളുടെ ഇടയിൽ തന്നെ ഒരു മത്സരാധിഷ്ഠിത ബുദ്ധി മത്സരം സൃഷ്ടിക്കുകയാണ് അല്ലെ. ചില കമ്പനികളിലെ കുറച്ച് പൈസ അടച്ചാല് നമുക്ക് കൂടുതൽ ക്ലെയിം കിട്ടും. അപ്പൊ നമ്മൾ എങ്ങോട്ടാ കൂടുതൽ പോകുന്നത്? ആ ഒരു ക്ലെയിം ആയിരിക്കും അല്ലെ നമ്മൾ എടുക്കുന്നത് ഇൻഷുറൻസ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് കോമ്പറ്റേറ്റീവ് ബിഡിങ് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ കുറയ്ക്കാനായി സാധിക്കുന്നു. അപ്പൊ ആ ഇൻഷുറൻസ് കമ്പനിക്കാർ എന്ത് ചെയ്യും? നമ്മുടെ എംപ്ലോയീസിന്റെ ഇൻഷുറൻസ് കവറേജ് അവർ തന്നെ ചെയ്യോ? പെട്ടെന്ന് അഡ്മിനിസ്ട്രേഷൻ വർക്കുകളൊക്കെ അവര് തന്നെ ചെയ്തല്ലേ. കൂടുതൽ ഫണ്ട് റൈസ് ചെയ്യോ? കൂടുതൽ ഫണ്ട് കൊടുക്കോ നമ്മുടെ എംപ്ലോയീസിന്? അത് നമ്മുടെ എംപ്ലോയറിന് ഒരു ബെനിഫിറ്റ്സ് ആണോ? എംപ്ലോയറിനെ സംബന്ധിച്ച് അതൊരു ബെനിഫിറ്റ്സ് ആണോ? എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പൈസ
അടച്ചിട്ട് അല്ലേ, എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പൈസ അടച്ചിട്ട് അവർക്ക് കൂടുതൽ പൈസ കിട്ടുക അല്ലെ. അപ്പൊ അത്രയും ഒരു ചെറിയ എമൗണ്ട് മാത്രമല്ലേ നമ്മുടെ എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്ന് അടക്കേണ്ടി വരുന്നുള്ളൂ അല്ലേ. അപ്പൊ അതൊരു ബെനിഫിറ്റ്സ് ആണ് അല്ലെ, നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഇടയിൽ അല്ലെ, അവർക്കിടയിൽ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ബിഡിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് എന്താണ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ?